സാധാരണ ഞാൻ ദേശി ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് ഒരു 8900 ആ റേഞ്ചിലുള്ള സാരീസ് മിക്കവാറും വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരീസ് കിട്ടുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത്. ഇത് നമുക്ക് ടസറിൽ എംബ്രോയിഡറി വർക്ക് 4280 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ നമുക്ക് ടസറിലൊരു വീവ് ഡിസൈനൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ ഒരു ടസറിൽ നമ്മൾ വീവ് ഡിസൈന് പകരം എംബ്രോയിഡറി വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് 4280 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. സാരി നമ്പർ 1 ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന കളറ് നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത്. നേവി ബ്ലൂവിൽ ഇതേപോലെ നല്ലൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഇതേപോലെ അല്ലാതെ ഒരു നോർമൽ എംബ്രോയിഡറിയും കൂടെ കൊടുത്തിരിക്കുന്ന സാരിയാണ്. 4280 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടസർ മെറ്റീരിയലാണ്. ടസറിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ 4280. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുമ്പോഴും ആ ഒരു സെയിം വർക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദേശി ടസറിൽ ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതേപോലെ വരും. അപ്പോൾ ടസറിൽ നമ്മൾ വീവ് ഡിസൈനൊക്കെ കണ്ട് മടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. സാരി നമ്പർ 1. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ, കാരണം കളേഴ്സൊക്കെ ചിലപ്പം നമുക്ക് സ്ക്രീൻഷോട്ട് മാത്രം ഇടുമ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. അടുത്ത് വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു ഒണിയൻ പിങ്ക്, ഒരു പിങ്കും പേർപ്പിളും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്, ചെറിയൊരു പേർപ്പിൾ പിങ്ക് ബ്ലെൻഡായിട്ടുള്ള ഒരു ടോൺ. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. സാരി നമ്പർ 2. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് വരും. സാരി നമ്പർ 3 വരുമ്പോഴും ഒരു പിങ്കിൻ്റെ തന്നെ ഒരു ഫ്ലഷ് ടോൺ പിങ്കിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 3. അടുത്തത് നോക്കിയാൽ നല്ലൊരു ഗ്രീൻ, ഒരു ഡിഫറെൻറ്റ് ഗ്രീൻ. സാരി നമ്പർ 4. സാരി നമ്പർ 4. ക്ലോസർ വ്യൂ കാണിക്കണോ എംബ്രോയിഡറി വർക്ക്? സാരി നമ്പർ 4. അതിനകത്ത് വന്നിരിക്കുന്ന കളറ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതേപോലെ ഇതാണ് അതിനകത്തെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കിൻ്റെ കേട്ടോ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ നമ്മുടെ പൗഡർ ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നമ്മളൊരു ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്ന കളർ. സാരി നമ്പർ 6. എല്ലാത്തിനും ആ കളറിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ്. സാരി നമ്പർ 7 വരുമ്പോൾ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 7 നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ബ്ലൂ അല്ല കേട്ടോ, ഒരു ഗ്രീൻ. സാരി നമ്പർ 8. സാരി നമ്പർ 10 ഒരു ഡസ്റ്റി പർപ്പിൾ ടോണിലേക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ്. ഒരു പർപ്പിളിൻ്റെ ഒരു ഡസ്റ്റി ടോൺ, ഒരു പേസ്റ്റൽ ടോണിലേക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ്. ഇങ്ങനെയാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 10. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ബ്രൗൺ. സാരി നമ്പർ 11. സാരി നമ്പർ 12 വരുമ്പോഴും ഒരു മൂവ് ടോണിലേക്ക് വരുന്നൊരു ഷെയ്ഡ്. സാരി നമ്പർ 12. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. 4280 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്